ഇപ്പോൾ ചേച്ചി ആ ബുദ്ധിപൂർവ്വം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം രണ്ട് തരത്തിൽ നമുക്ക് സിനിമ എടുക്കാം. ഇപ്പോൾ സിനിമയെ മാത്രം സ്നേഹിച്ച് സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ചിലപ്പോൾ അത് പരാജയപ്പെടും എന്ന് അറിഞ്ഞിട്ട് കൂടി എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. അതല്ലാതെ ഇതൊരു ബിസിനസ്സാണ്, സിനിമ എന്ന് പറഞ്ഞ എപ്പോഴും ഒരു വ്യവസായം തന്നെയാണ്. അങ്ങനെ വിചാരിക്കുന്ന അങ്ങനെയും നമുക്ക് വിചാരിക്കാം. ഇതിലേതായിരിക്കും അബാം എന്ന പ്രൊഡക്ഷൻ കമ്പനി മുൻതൂക്കം കൊടുക്കുക? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സ്ക്രിപ്റ്റ് നോക്കി നല്ലതാണോ എന്ന് പറയാനായിട്ട് പൊന്നിക്ക് പറ്റുമോ? സ്ക്രിപ്റ്റ് മാത്രം നോക്കി നല്ലതാണെന്ന് മാത്രം പറയാം. സ്ക്രിപ്റ്റ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നിയുടെ ഉള്ളിൽ ആസ് എ പേഴ്സൺ പൊന്നിക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങൾ കാണും. ഉറപ്പായിട്ടും പൊന്നിക്ക് ചിലപ്പോൾ മെലഡി സോങ്സ് ആയിരിക്കും ഇഷ്ടം, മറ്റേ എന്താ പറയുക പാത്തോ സോങ്സ് ഇഷ്ടമില്ലായിരിക്കും. ചില ആൾക്കാർക്ക് എന്താ പറയുക അടിച്ചുപൊളി പാട്ടായിരിക്കും ഇഷ്ടം, മീനിങ് ഒന്നും വേണ്ട, ചുമ്മാ കുറെ എന്നാ ജിമ്മിക്ക് കമ്മൽ ആൻ്റെ അപ്പം കട്ടുകൊണ്ട് പോയി എന്നുള്ള സാധനം ഒക്കെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ കുപ്പിയെടുത്ത് കള്ളു കുടിച്ചു അങ്ങനത്തെ സാധനങ്ങൾ വരുന്നതായിരിക്കും ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം എന്താണ്, പഴയകാല എന്നാ ഇതുണ്ടല്ലോ എന്നെ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ജനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ പാട്ടുകൾ, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. അപ്പം ഇതെന്താ, ഒരു സ്ക്രിപ്റ്റിനോട് നമുക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയിലുള്ള ആ ഒരു ഇന്റേണലി ഉള്ള ഇഷ്ടങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ നമ്മൾ പറയും കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആവണം, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം ഒരു പ്രൊഡ്യൂസർ, എന്നിട്ട് അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് എടുക്കണം എന്ന്. സത്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് എന്നാ വേണ്ടതെന്നുള്ളത് ആർക്കും അറിയില്ല. അതാണ് ശരിക്കുള്ള സത്യം. ചില സിനിമകൾ ഞാൻ ഇവിടെ വിജയിച്ച ചില റീസെന്റ് ഇറങ്ങിയ ചില സിനിമ കണ്ടിട്ട് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെ വിജയിച്ചു തോന്നിയിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതിൽ ആരും മഹാന്മാരാണെന്ന് പറയില്ല. ഇതെല്ലാം ഒരു ഈ പൊട്ടക്കണ്ണ മാവ് എറിയുന്ന പോലെ എല്ലാവരും അങ്ങ് എറിയുന്നു. എറിഞ്ഞ് വിജയിച്ച് കഴിയുമ്പോഴത്തേനും അവർ പറയുന്നു ഞങ്ങൾ ഭയങ്കര സ്ക്രിപ്റ്റൊക്കെ നോക്കി ചെയ്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അവരും ആക്ച്വലി എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ഇത് ഇറക്കണ സമയത്ത് ഈശ്വര ഇതെങ്ങനെയാ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം അങ്ങനെയാണ്. അല്ലാണ്ട് ഒരിക്കലും നമുക്കൊരു സ്ക്രിപ്റ്റ് കണ്ട് ഇത് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നും, ഇത് എടുത്തു വരുമ്പോൾ ചിലപ്പോൾ തല ഏതാ വാലേതാന്ന് അറിയത്തില്ലാത്ത പോലെ എനിക്ക് എടുത്തു വെച്ചേക്കണേ. പിന്നെ അതിനെ കൂട്ടി പിടിപ്പിച്ച് ഇതിനു വേണ്ടി ഇത് നമ്മളിത് 15 സിനിമയായില്ലേ പൊന്നി, നമ്മളിതിനകത്ത് എന്താ പറയുക സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചെയ്തിട്ടുണ്ട്, അല്ലാത്തവരെ വെച്ച് പടം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് അറിയാം സംഭവം. പിന്നെ ഇപ്പോഴത്തെ തലമുറ എന്ത് അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തലമുറ ഇങ്ങനെ ഇന്നല്ല നാളെ കാണുന്നത്, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമോ ഇങ്ങനെ, അങ്ങനത്തെ ഒരു ഇതിൽ കൂടെ നമ്മൾ. എങ്കിലും ഈ സിനിമകൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം, സാറിനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു വ്യവസായം തന്നെയാണ്. എങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവില്ലേ, നമ്മൾ നിർമ്മിക്കുന്ന ഒരു സിനിമ മിനിമം ക്വാളിറ്റി ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ചേച്ചി എന്ന ആസ് എ പ്രൊഡ്യൂസർ എന്തൊക്കെയായിരിക്കും ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? നമ്മൾ ആ ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുക, നമ്മൾ സമൂഹത്തിന് ഒരു മോശം ഒരു മെസ്സേജ് കൊടുക്കുന്ന സിനിമ വേണ്ടാന്ന് വെക്കും. ഇപ്പം എനിക്കും 2 മക്കളുണ്ട്. അപ്പം കുട്ടികളെ തെറ്റായ രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇതെന്താണ് ഇങ്ങനെ ഒരു സിനിമ, ഈ പറഞ്ഞ ഡബിൾ മീനിങ് സിനിമകൾ. ഒമറിന്റെ പടം ചെയ്തപ്പോൾ തന്നെ നമ്മളോട് പലരും ചോദിച്ചു ഇതിനകത്ത് ഡബിൾ മീനിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, ഞങ്ങളുടെ അബാം മൂവീസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മുൻനിര താരങ്ങൾ നമ്മുടെ കമ്പനിയിൽ അഭിനയിക്കാൻ വരുന്നതും. അല്ലാണ്ട് ആരും പോയിട്ട് പടത്തിൽ അഭിനയിക്കണവരല്ല നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളവർ. സോ അതിന്റെ തന്നെ ആ എക്സാമ്പിളാണ് നമ്മുടെ സിനിമകൾക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ. പിന്നെ കഥകൾ തിരഞ്ഞെടുക്കുന്നതിനോട് എനിക്ക് അന്ന് ഇന്ന് എപ്പോഴും ഇനി ഫ്യൂച്ചറിലും ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എനിക്കറിയില്ല എന്താണ് ജനങ്ങൾക്ക് ഇഷ്ടം എന്ന്, എനിക്കറിയില്ല. നമ്മൾ ത്രില്ലർ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടൈം വേണ്ട ഇപ്പൊ ഹ്യൂമർ ചെയ്തു, ഭയങ്കര രസമുള്ള ഹ്യൂമറായിട്ട് ഞാൻ. അല്ല അപ്പോൾ ചേച്ചിക്ക് പറയുന്നത് ഇപ്പോൾ എന്ത് തരം സിനിമകളാണ് നമുക്ക് ഉറപ്പായിട്ടൊരു കൺഫ്യൂഷൻ വരുമായിരിക്കും. എങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ ആരായിരിക്കും ഈ കഥ തീരുമാനിക്കുന്ന? ചേച്ചി തന്നെ? അത് അങ്ങനെയല്ല. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംവിധായകൻ ഒരു കഥയായിട്ട് വരുമ്പോൾ അദ്ദേഹം ഇതൊരു നടനെ, ഒരു സീനിയർ നടനെ കേൾപ്പിച്ചിട്ടുണ്ടാവും മിക്കതും. അപ്പോൾ ആ നടനും ഇത് ഓക്കെ പറഞ്ഞ് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഈ സിനിമയാണെങ്കിൽ പോലും ഇതിനകത്ത് മെയിൻ 4 പേരാണ്, ബിബിന്, ആൻസന്, സെന്തിൽ. അപ്പോൾ ഇവരെല്ലാം കേൾപ്പിച്ച് എല്ലാവർക്കും ഓക്കെ ആകുമ്പോഴാണല്ലോ ഒരു സിനിമ വർക്കാവുന്നത്, ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കഥ കേൾക്കും. അതിൻ്റെ ക്യാമറാമാന്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ്, ഇവരെല്ലാം ഒത്തുവന്ന് കൊള്ളാം
ഇപ്പോൾ കൊള്ളിയല്ലാത്തൊരു സിനിമയാണ് ആക്ടേഴ്സ് ചെയ്യാൻ സമ്മതിക്കുക, റഹ്മാനിക്ക സമ്മതിക്കില്ല. അതെ, അദ്ദേഹം ഒത്തിരി ചൂസിയായിട്ട്, അതായത് മലയാളത്തിലേക്ക് അധികം ചെയ്യാണ്ടിരുന്ന ഒരാളാണ്. അപ്പം അവരെല്ലാവരും ഓക്കെ പറയുമ്പോഴാണ് സിനിമ സംഭവിക്കുന്നത്. അല്ലാണ്ട് നമ്മളൊരു പ്രൊഡ്യൂസർ മാത്രം, ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. നമ്മളൊരു ഇതിന് മുൻപ് 2-3 സിനിമകളുടെ കഥ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ ആക്ടേഴ്സിന് അത് ഇഷ്ടമായില്ല. നമ്മൾ കഥ പറഞ്ഞപ്പം മെയിൻ ലീഡ് ആക്ടേഴ്സിന് ഇത് വർക്കാവില്ല എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ ഇത് സിനിമ സംഭവിക്കുന്നത് ഇതെല്ലാവരും കൂടി ഓക്കെ പറയുമ്പോഴാണ് സിനിമ സംഭവിക്കുന്നത്.